നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലും അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് അഹങ്കരിച്ച് നടക്കുന്ന പലരുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടായിരിക്കില്ല, എന്നിട്ടായിരിക്കും അഹങ്കരിച്ച് നടക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരു പണ്ഡിതൻ അദ്ദേഹം കുറച്ച് ആളുകളോടൊപ്പം ഒരു തോണിയിലെ യാത്ര ചെയ്യായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഹിന്ദു പുരാണങ്ങളെക്കുറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു സഹയാത്രികനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, സുഹൃത്തെ, താങ്കൾ ഉപനിഷത്ത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹയാത്രികൻ പറഞ്ഞു, അദ്ദേഹം വളരെ താഴ്മയായിട്ട് പറഞ്ഞു, ഇല്ല സർ, ഞാനത് വായിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, അയ്യോ കഷ്ടം തന്നെ സഹോദര, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാൽഭാഗവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ആ സഹയാത്രികൻ. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ പിന്നെയും ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ ശാസ്ത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ, അതേക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഈ സഹയാത്രികൻ പറഞ്ഞു, അയ്യോ സർ, എനിക്ക് അതും അറിയില്ല, വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ഡിതൻ കുറച്ചും കൂടെ ഒരു അഹങ്കരിക്കുന്ന ഒരു പുച്ഛത്തോട് കൂടിയിട്ട് പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയൊരാളായിട്ട് ഇങ്ങനെ ഞെളിങ്ങിയിരിക്കുക, അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ പിന്നെയും ഈ സഹയാത്രികൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല സുഹൃത്തെ, ഇത് ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഹിന്ദു ശാസ്ത്രത്തിലെ 6 പദ്ധതികളെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹയാത്രികൻ പറഞ്ഞു, അയ്യോ സർ, ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ട് കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ പണ്ഡിതൻ ആകെ പുച്ഛായി, താനാണ് വലിയ ആളുകൾക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ഭാവത്തിൽ. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ 3/4 ഭാഗവും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്, കളിയാക്കണ പോലെ. അങ്ങനെ കുറച്ച് ദൂരം കൂടിയൊക്കെ പോയപ്പോൾ ഈ കൊടുങ്കാറ്റ് പോലെയുള്ള കാറ്റ്, എന്നാൽ ശക്തിയായിട്ടുള്ള കാറ്റ് ഇങ്ങനെ വീശാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ തോണിയൊക്കെ ഇങ്ങനെ ഇളകാനായിട്ടും തുടങ്ങി. അങ്ങനെ അവസാനം തോണി തുഴയുന്ന ആളുണ്ടല്ലോ, ആ ആൾ പറഞ്ഞു, അതെ, നല്ല കാറ്റാണ് വീശുന്നത്, എനിക്ക് ഈ തോണി നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നണില്ല, എല്ലാവരും രക്ഷപ്പെട്ടോളൂ, ഈ പുഴയിൽ ചാടിയിട്ട് നീന്തിയിട്ട് കരയ്ക്കെത്തിക്കോളൂ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ പണ്ഡിതന് ആകെ പേടിയായി, കാരണം ഇദ്ദേഹത്തിന് നീന്താനായിട്ട് അറിയില്ല. അങ്ങനെ വിഷമിച്ച് പേടിച്ച് വിറച്ചിട്ടിരിക്കുന്ന സമയത്ത് ആ സഹയാത്രികനുണ്ടല്ലോ, അദ്ദേഹം ഈ പണ്ഡിതൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങക്ക് നീന്താൻ അറിയില്ലേ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ജീവിതം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു എന്ന് ആ സഹയാത്രികൻ പറഞ്ഞു. എന്നിട്ട് രൂക്ഷമായിട്ട് ഈ പണ്ഡിതനൊന്ന് നോക്കിയിട്ട് അദ്ദേഹം നീന്തിയിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം ജീവിതത്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. അതല്ലാതെ നമ്മൾ കുറേ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന രീതിയിലുള്ളതായിരിക്കണം.